നമസ്കാരം. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു അപകട മരണ വാർത്ത നിങ്ങൾ വായിച്ചു കാണും. ഫുട്പാത്തിലൂടെ നടന്നു പോവുകയായിരുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി ഒരു നവവധു കൊല്ലപ്പെടുകയും അവളുടെ ഭർത്താവ് ഗുരുതരമായിട്ട് പരിക്ക് പറ്റി ആശുപത്രിയിലാവുകയും ചെയ്തു. കഴിഞ്ഞ മാർച്ചിൽ കല്യാണം കഴിച്ച നൗഷിജ, ആഷിഖ് എന്നീ പേരുകളുള്ള ഭാര്യയും ഭർത്താവും പാലക്കാട്ട് നിന്നും തലസ്ഥാനം കാണാനായിട്ട് പോയതാണ്. അവർ ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോൾ, അതായത് റോഡിലല്ല, നമുക്ക് നടന്നു പോകാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോൾ അവിടേക്ക് ഒരു കാർ നിയന്ത്രണം ഇടിച്ചു കയറിയാണ് 24 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന പെൺകുട്ടി കൊല്ലപ്പെട്ടത്. ഭർത്താവ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണെന്നാണ് പറയുന്നത്. ഇവരെ കൂടാതെ ഫുട്പാത്തിലൂടെ നടന്നു പോവുകയായിരുന്ന 5-6 പേർക്ക് കൂടി പരിക്ക് പറ്റിയിട്ടുണ്ട്. പലരുടെയും നില ഗുരുതരമാണ്. ഈ അപകടം എങ്ങനെയുണ്ടായി എന്നത് ഞാൻ വാർത്തയിൽ വായിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മോഹൻ തോമസ് എന്നു പേരുള്ള 77 വയസ്സുകാരനായിട്ടുള്ള ഒരു വയോധികനായിരുന്നു കാർ ഓടിച്ചിരുന്നത്. അയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്, പെട്ടെന്ന് എൻ്റെ ബി പി കൂടിയപ്പോൾ നിയന്ത്രണം പോയി എന്നാണ്. ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ വിഷയമാക്കുന്നത് രക്തസമ്മർദ്ദം തന്നെയാണ്. തീർച്ചയായിട്ടും ആ യുവാവിൻ്റെയും യുവതിയുടെയും ദൗർഭാഗ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ അപകടത്തിൽപ്പെട്ട ആൾക്കാരുടെ ദൗർഭാഗ്യം എന്ന് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ പലപ്പോഴും വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്നത്. കാരണം അവർ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അവർ ഫുട്പാത്തിലൂടെ പോവുകയാണ്. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റുമില്ല. തെറ്റ് സംഭവിച്ചിരിക്കുന്നത് ഈ ഓടിച്ച ആളിൻ്റെ ഭാഗത്താണ്. എന്നാൽ അയാൾ പറയുന്നു, അത് എൻ്റെയും തെറ്റല്ല, മറിച്ച് എൻ്റെ രക്തസമ്മർദ്ദം കൂടിയത് കൊണ്ടാണെന്നാണ് പറയുന്നത്. മോഹൻ തോമസിൻ്റെ രക്തസമ്മർദ്ദം എങ്ങനെ കൂടി? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു 50 വയസ്സ് അല്ലെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ അവരെ കൊണ്ട് ബി പിയുടെയും ഷുഗറിൻ്റെയും മറ്റും മരുന്നുകൾ തീറ്റിക്കുന്ന ഒരു മെഡിക്കൽ സിസ്റ്റം ഇവിടെ നിലനിൽപ്പുണ്ട്. അപ്പോൾ ഈ മോഹൻ തോമസ് തീർച്ചയായിട്ടും രക്തസമ്മർദ്ദത്തിൻ്റെ മരുന്ന് കഴിക്കുന്ന ആളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളാണ്. സാമാന്യം സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദത്തിൻ്റെ മരുന്ന് കഴിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. മാത്രമല്ല, രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതുപോലെ പെട്ടെന്ന് ബി പി താളം തെറ്റുകയുള്ളൂ. രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കാത്ത ഒരാൾക്ക് പോലും ഇങ്ങനെ ബി പി പെട്ടെന്ന് താളം തെറ്റില്ല. എൻ്റെ ഒരു സുഹൃത്ത് ദുബൈയിലുള്ള, ഇതേക്കുറിച്ച് ഞാൻ 3-4 കൊല്ലം മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ്. അദ്ദേഹം ഒരു ദിവസം എന്നെ കാണാൻ വന്നു. കൊറോണ സമയമാണ്. അപ്പോൾ ഞാൻ ഒരു 6-7 മാസത്തേക്ക്, ഞങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നവരാണ്, 6-7 മാസം ഞാൻ ഇദ്ദേഹത്തെ കണ്ടിരുന്നില്ല. ഇപ്പോൾ കൊറോണയൊക്കെയാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് ഞാൻ കരുതി. പക്ഷെ ഒരു ദിവസം അദ്ദേഹം എന്നെ കാണാൻ വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്? അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, അച്ചായ, ഞാൻ രക്തസമ്മർദ്ദത്തിന് ബി പിക്ക് മരുന്ന് കഴിക്കുന്ന ഒരാളാണ്. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് നാട്ടിൽ നിന്നും വരുത്തുന്ന മരുന്നാണ്. അപ്പോൾ എൻ്റെ മരുന്ന് ഒരു 2-3 മാസം മുമ്പ് അങ്ങ് തീർന്നു പോയി. കൊറോണ മൂലം ഫ്ലൈറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നാട്ടിൽ നിന്നും മരുന്ന് വരുത്താനും പറ്റിയില്ല. അപ്പം ഞാൻ പകരം ഇവിടെ നിന്നും മരുന്ന് വാങ്ങി കഴിച്ചു. പക്ഷേ ഇവിടെ നിന്നും മരുന്ന് വാങ്ങി കഴിച്ചപ്പോൾ അതെനിക്ക് വലിയ പ്രശ്നമായിട്ട് മാറി. മരുന്ന് എൻ്റെ ശരീരത്തിന് പിടിച്ചില്ലെന്ന് മാത്രമല്ല, അത് വലിയ ഇഷ്യൂ ആയിട്ട് മാറി. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യ. എനിക്ക് അതിഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതയായി. ഞാൻ ഇവിടെ ആശുപത്രിയിൽ ചെന്നു. ആശുപത്രിയിൽ ഡോക്ടർമാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ നോർമലാക്കി എടുത്തത് എന്ന്. ഇപ്പോൾ ആ മരുന്ന് എനിക്ക് പിടിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അദ്ദേഹം നാട്ടിൽ നിന്നും വരുത്തി കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് എന്ത് ചെയ്തിട്ടായിരുന്നോ അദ്ദേഹത്തിൻ്റെ ബി പി കുറച്ചിരുന്നത്, അതല്ല ദുബൈയിൽ നിന്നും വാങ്ങിയ മരുന്ന് ചെയ്തത്. ചിലപ്പോൾ ഇവിടെ നിന്നും കൊണ്ടുപോയ മരുന്ന് അദ്ദേഹത്തിൻ്റെ രക്തം നേർപ്പിച്ചായിരിക്കാം രക്തസമ്മർദ്ദം കുറച്ചിരുന്നത്. ദുബൈയിൽ കൊടുത്ത മരുന്ന് രക്തം നേർപ്പിക്കുന്നതിന് പകരം ഹൃദയത്തെ നേരിട്ട് പിടിച്ചു നിർത്താനോ മറ്റോ നോക്കിയതാവാം. എനിക്കറിഞ്ഞുകൂടാ ഈ മരുന്നുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. എന്തു തന്നെയായാലും ശരി, ഒരു മരുന്ന് മാറിക്കഴിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ പരിധി വിട്ടുപോയി. അദ്ദേഹം ഏതാണ്ട് ഒരു മരണത്തിൻ്റെ വരെ അടുത്തെത്തിയെന്നാണ് എന്നോട് പറഞ്ഞത്. ആലോചിച്ച് നോക്ക്, ഒരു മെഡിസിൻ മാറി കഴിച്ചതേ ഉള്ളൂ. മെഡിസിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് കൊണ്ടല്ല, മറിച്ച് ശരീരത്തിന് ആ മരുന്നുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം, നമ്മൾ രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ കാണിക്കുന്നത് വളരെ വലിയ ഒരു അബദ്ധമാണ്. ഒരു സംശയവുമില്ല. കാരണം എന്താണ്? രക്തസമ്മർദ്ദം ഒരു രോഗമല്ല.
നമ്മളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് രക്തസമ്മർദ്ദം ഒരു രോഗമാണെന്നാണ്. 80-120 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം ഒരു രോഗമാണെന്നാണ് നമ്മളോട് മെഡിക്കൽ സയൻസ് പറയുന്നത്. ഇത് മെഡിക്കൽ സയൻസ്, അതായത് അലോപ്പതി മാത്രം പറയുന്ന കാര്യമല്ല, ഇപ്പോൾ ആയുർവേദക്കാരനും ഹോമിയോക്കാരനും എല്ലാം പറയുന്ന കാര്യമാണ്. അതായത് 120-80 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്തസമ്മർദ്ദമുണ്ട്, അതുകൊണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കണം. ഇത് ഈ വൈദ്യശാസ്ത്രങ്ങൾ കാണിക്കുന്ന വളരെ വലിയ ഒരു അബദ്ധമാണ്, വളരെ വലിയ മണ്ടത്തരമാണ്. നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാകും. അതായത് ഈ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് എന്താണ്? രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ ഞരമ്പുകളിലൂടെ ശരീരം രക്തം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദമാണ്. നമ്മുടെ ഞരമ്പുകളിലൂടെ ശരീരം രക്തം കടത്തിവിടുമ്പോൾ ഡെഫിനറ്റായിട്ടും അതിനൊരു മർദ്ദമുണ്ട്. ആ മർദ്ദം എപ്പോഴും ഒരേ അളവിൽ നിൽക്കണം എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ മണ്ടത്തരം. 2, നിങ്ങൾക്കറിയാം ശരീരം എപ്പോഴാണ് രക്തസമ്മർദ്ദം കൂട്ടുന്നത്? നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ, അതായത് ശരീരത്തിന് എനർജി ആവശ്യമായിട്ട് വരുമ്പോഴാണ് ശരീരം കൂടുതൽ രക്തം പമ്പ് ചെയ്യുന്നത്. നമ്മൾ ഓടുകയോ ചാടുകയോ പറമ്പ് കളയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ, കായികമായിട്ട് അധ്വാനിക്കുമ്പോഴെല്ലാം നമ്മുടെ BP കൂടും. നിങ്ങളൊരു ആശുപത്രിയിലേക്ക് ഒരു ഹാർട്ടിൻ്റെ പ്രോബ്ലമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ നടത്തുന്ന ഒരു ടെസ്റ്റാണ് TMT, ട്രെഡ്മിൽ ടെസ്റ്റ്. ട്രെഡ്മില്ലിൽ കയറ്റി നമ്മളെ അവർ നടത്തിക്കും, പിന്നീട് മെല്ലെ മെല്ലെ ഓടിക്കും, പിന്നെ സ്പീഡ് കൂട്ടും. അങ്ങനെ നമ്മൾ സ്പീഡിൽ ഓടുമ്പോൾ നമുക്ക് ആ ട്രെഡ്മില്ലിൻ്റെ മുമ്പിലുള്ള സ്ക്രീനിൽ കാണാൻ സാധിക്കും നമ്മുടെ BP കൂടുന്നത്. നമ്മൾ 80-120 തുടങ്ങി, അത് കൂടി ചിലപ്പോൾ 110, 180 അല്ലെങ്കിൽ 120, 200 അങ്ങനെ മേപ്പോട്ട് കയറിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊക്കെ ഓട്ടം നിർത്തുമ്പോൾ അത് താഴേക്ക് വരുന്നത് കാണാൻ സാധിക്കും. താഴേക്ക് വന്ന് പഴയ അളവിലെത്തി നിൽക്കും. അപ്പോൾ നമ്മുടെ ശരീരം ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി എനർജി വ്യയം ചെയ്യുമ്പോഴാണ് BP കൂട്ടുന്നത്. എന്ന് പറഞ്ഞാൽ കോശങ്ങൾക്ക് കൂടുതൽ എനർജി ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ രക്തം അങ്ങോട്ട് ചെല്ലണം, രക്തം വഴിയുള്ള പോഷണങ്ങൾ ചെല്ലണം, കൊളസ്ട്രോളും ഗ്ലൂക്കോസും ഒക്കെ കൂടുതലായിട്ട് ചെല്ലണം. അതിനുവേണ്ടി ശരീരം കൂടുതൽ രക്തം പമ്പ് ചെയ്യും, പവർഫുള്ളായിട്ട് പമ്പ് ചെയ്യും. അപ്പോൾ രക്തസമ്മർദ്ദം കൂടും. ഇത് വളരെ ക്ലിയർ ആണല്ലോ. ഈ ഒരു സാഹചര്യത്തിലാണ് ശരീരം രക്തസമ്മർദ്ദം കൂട്ടുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ കൂടുന്നതല്ല. നമ്മൾ ജോലിയൊന്നും ചെയ്യുന്നില്ല, നമ്മൾ വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ രക്തസമ്മർദ്ദം കൂടുതലാണ്. അതെങ്ങനെ കൂടും? അതിന് പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 2 കാരണങ്ങളിൽ ഒന്ന്, നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ദഹനം നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു എനർജി വേണ്ട പ്രവൃത്തിയാണ്. ദഹനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല, ശരീരത്തിന് എനർജി ആവശ്യമുള്ള ഒന്നാണ്. നമ്മൾ കഴിച്ചിരിക്കുന്ന ഭക്ഷണം കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ, നമ്മൾ മുട്ടയും മാംസവും അങ്ങനെയൊക്കെയുള്ള ഹെവി ഫുഡാണ് കഴിച്ചിരിക്കുന്നതെങ്കിൽ അത് ദഹിപ്പിച്ചെടുക്കാൻ ശരീരത്തിന് കൂടുതൽ എനർജി വേണം. അപ്പോൾ BP കൂടും, ഒരു സംശയമില്ല, BP കൂടും. അപ്പോൾ നമ്മൾ നോക്കണം, നമ്മൾ വേറെ നിറച്ച് ആഹാരം കഴിച്ചിട്ടാണോ BP നോക്കുന്നത്? ആണെന്നുണ്ടെങ്കിൽ ഇത് ആഹാരം ദഹിച്ചു കഴിഞ്ഞിട്ട് നോക്കണം. ആഹാരം ദഹിക്കാൻ 3-4 മണിക്കൂർ എടുക്കും, കഴിച്ച ആഹാരത്തിൻ്റെ രീതി അനുസരിച്ചിട്ട്. അതായത് നമ്മളിപ്പോൾ പച്ചക്കറികളും പഴങ്ങളും ഒക്കെയാണ് കഴിക്കുന്നതെങ്കിൽ അത് 1 മണിക്കൂർ കൊണ്ട് ദഹിച്ചു പോകും. മറിച്ച് ഈ പറയുന്ന പോലെ കട്ടിയുള്ള ആഹാരമാണെന്നുണ്ടെങ്കിൽ സമയമെടുക്കും. അപ്പോൾ അത് ദഹിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. എന്നാൽ നമ്മളത് കഴിച്ചുകൊണ്ട് തന്നെ പോയി നോക്കിയിട്ട് കൂടുതലാണെന്ന് പറയുമ്പോൾ അത് ആഹാരം ദഹിപ്പിച്ചുകൊണ്ട് കൂടിയ BP ആണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകും. 2ാമത് അങ്ങനെയുള്ള ഘട്ടത്തിൽ BP കൂടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് മാനസിക സമ്മർദ്ദം, അല്ലെങ്കിൽ നമ്മൾ തലേ രാത്രി ശരിക്കും ഉറങ്ങിയില്ല, ശരീരം ഉറക്കം ആവശ്യപ്പെടുന്നു, BP കൂടും. അപ്പോൾ മാനസിക സമ്മർദ്ദമോ ശരീരത്തിൻ്റെ ഏതെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫുഡ് കഴിച്ചതോ ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ആ സമയത്ത് BP കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതും കൂടെ ഒഴിവാക്കിയിട്ട് വേണം BP അസർട്ടൈൻ ചെയ്യാൻ. അതായത് നമ്മൾ ആഹാരം എല്ലാം ദഹിച്ച് മനസ്സൊക്കെ ശാന്തമായി തലേ രാത്രി നല്ലപോലെ ഉറങ്ങി, അല്ലെങ്കിൽ നമ്മൾ നല്ലപോലെ ഉറങ്ങി എഴുന്നേറ്റ് ഉറക്കക്ഷീണമൊന്നും ഇല്ലാതെയൊക്കെ ഇരിക്കുന്ന ഘട്ടത്തിൽ മനസ്സ് ശാന്തമാണ്, ദഹനമെല്ലാം കഴിഞ്ഞു, ഉറക്കക്ഷീണമില്ല, എല്ലാം ക്ലീൻ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ BP നോക്കുമ്പോൾ BP കൂടുതലാണെങ്കിൽ ആ BP ആണ് പലപ്പോഴും ഡോക്ടർമാർ രോഗമായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ഈ സമയത്ത് BP കൂടാൻ പാടില്ല, കൂടിയെങ്കിൽ അത് ഡേഞ്ചറാണ്, അത് കുറയ്ക്കണം. അവരെന്ത് ചെയ്യുന്നു? ആ BPയെ തന്നെ രോഗമായിട്ട് കണ്ട് നിങ്ങളുടെ BP കുറയ്ക്കാനുള്ള മരുന്ന് തരുന്നു, നിങ്ങൾ വാങ്ങി കഴിക്കുന്നു, BP കുറയുന്നു. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ്? നമ്മുടെ ശരീരം BP കൂട്ടുന്നത് അതിന് എനർജി ആവശ്യമുള്ളപ്പോഴാണ്. നിങ്ങൾ ഈ പറയുന്ന പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞു,
നിങ്ങൾക്ക് ഉറക്കക്ഷീണമില്ല, മാനസിക സമ്മർദ്ദമില്ല, മറ്റ് സ്ട്രെസ്സില്ല. സുഖമായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ BP കൂടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മളറിയാത്ത എന്തോ ഒരു പ്രവൃത്തി ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരം ചെയ്യുന്നുണ്ട്. ആ പ്രവൃത്തി എന്തായിരിക്കും? ആ പ്രവൃത്തി എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ശരീരം നമ്മുടെ ശത്രുവല്ല, ശരീരം നമ്മുടെ മിത്രമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന ശരീരം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു റിപ്പയർ വർക്കായിരിക്കും, ഒരു ചികിത്സയായിരിക്കും. നമ്മുടെ ഉള്ളിലൊരു രോഗം രൂപപ്പെട്ടു വരുന്നുണ്ടാവാം. ആ രോഗത്തെ ശരീരം ഉന്മൂലനം ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ശരീരത്തിന് കൂടുതൽ എനർജി ആവശ്യമാണ്. നമുക്ക് കാണാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ വയറിൻ്റെ ഉള്ളിലോ മറ്റെവിടെയെങ്കിലും ചിലപ്പോൾ ഒരു ട്യൂമർ രൂപപ്പെടുന്നതാവാം, ക്യാൻസർ സെല്ലുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിഷാംശത്തെ ശരീരം പുറത്ത് കളയാൻ നോക്കുന്നതാവാം. പലതുമാകാം, നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ എന്തോ ഒന്ന് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് BP കൂടിയത്. കാരണം ശരീരത്തിന് എനർജി ആവശ്യമുണ്ട്, ശരീരം കൂടുതൽ രക്തം അതുകൊണ്ടാണ് പമ്പ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ആ ഡോക്ടർ ശരീരം നടത്തുന്ന ആ പർട്ടിക്കുലർ ജോലി മൂലമാണ് BP കൂടിയത് എന്ന് പറയാറുണ്ടോ? ഇല്ല. അദ്ദേഹം നേരെ BP കുറയാനുള്ള മരുന്നാണ് തരുന്നത്. അങ്ങനെ അദ്ദേഹം BP കുറയാനുള്ള മരുന്ന് തരുമ്പോൾ ഈ മരുന്ന് എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? മരുന്ന് എന്നിട്ട് ഒന്നുകിൽ നമ്മുടെ രക്തം നേർപ്പിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഹൃദയത്തെ തന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം കുറയ്ക്കും. ഇത്രയും ഒന്നും രക്തം പമ്പ് ചെയ്യേണ്ട, ഇത്ര ചെയ്താൽ മതി എന്ന് പറഞ്ഞ് രക്തസമ്മർദ്ദത്തെ തന്നെ ഒരു രോഗമായിട്ട് കണ്ട് അതിനെ ബലമായിട്ട് കുറച്ചുകൊണ്ട് വരുന്ന ഒരു തെറ്റായ ചികിത്സയാണ് ഇവർ ചെയ്യുന്നത്. ശരിക്കും ഇവർ മനസ്സിലാക്കേണ്ടത്, ശരീരം എന്തോ ഒരു പ്രവൃത്തി ഉള്ളിൽ ചെയ്യുന്നു, ആ പ്രവൃത്തിക്ക് കൂടുതൽ എനർജി ആവശ്യമാണ്, ആ എനർജിക്ക് വേണ്ടിയാണ് ശരീരം കൂടുതൽ രക്തം പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രശ്നം എന്താണ്? ഒന്നുകിലത് കണ്ടെത്തണം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഈ സ്വാഭാവിക പ്രവർത്തനത്തെ നമ്മൾ ഇൻ്ററപ്റ്റ് ചെയ്യാനേ പോകരുത്. ഇൻ്ററപ്റ്റ് ചെയ്യരുത്. ശരീരത്തിന് അറിയാൻ അതിൻ്റെ കാര്യം നോക്കാൻ. അപ്പം ഈ വ്യക്തി അങ്ങനെയുള്ള ഘട്ടത്തിൽ ചെയ്യേണ്ടത് ശരീരത്തിനെ സഹായിക്കുക എന്നുള്ളതാണ്. മെഡിസിൻ കഴിച്ചല്ല സഹായിക്കേണ്ടത്. നമ്മൾ ആ സമയത്ത് ആഹാരം അമിതമായിട്ട് കഴിക്കാതിരിക്കുകയും കൃത്യമായിട്ട് വ്യായാമം ചെയ്യുകയും മാനസിക സമ്മർദ്ദം ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്ത് ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ ഈസി ആക്കണം. നമ്മൾ ഒരുപാട് വർക്ക് ശരീരത്തിന് ഇട്ട് കൊടുക്കുമ്പോൾ ശരീരത്തിന് ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ നടക്കുമ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ ദഹനത്തിന് ഈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും ശരീരത്തിന് മറ്റ് ആക്ടിവിറ്റികൾ, അതായത് ഉള്ളിൽ നടക്കേണ്ട മറ്റ് ആക്ടിവിറ്റികളൊക്കെ കുറയത്തക്ക പോലെ ശരീരത്തിനെ സഹായിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ശരീരം തുടങ്ങി വെച്ച ആ പ്രവൃത്തി എത്രയും വേഗം അങ്ങ് നിൽക്കും. എന്നാൽ നമ്മളതൊന്നും ചെയ്യില്ല. നമ്മൾ നേരെ മെഡിസിൻ കഴിക്കും. മെഡിസിൻ കഴിക്കുമ്പോൾ നമ്മുടെ BP കുറയും. പക്ഷേ ശരീരം തുടങ്ങി വെച്ച ആ ചികിത്സ അവിടെ നടക്കാതെ പോകും. കാരണം അതിന് എനർജി കൂടുതൽ ആവശ്യമാണ്. ആ എനർജി ശരീരം ഉണ്ടാക്കുമ്പോൾ അത് തടയപ്പെടുകയാണ്. ശരീരം കൂടുതൽ രക്തം അവിടേക്ക് എത്തിക്കാൻ നോക്കുമ്പോൾ BP-യുടെ മെഡിസിൻ ഉള്ളതുകൊണ്ട് അത് സാധിക്കാതെ പോകുന്നു. ഇങ്ങനെ ഇത് ദീർഘകാലം തുടരുമ്പോൾ നമ്മുടെ ആ ജെനുവിൻ പ്രോബ്ലം അവിടെ പരിഹരിക്കാതെ കിടക്കുകയും ശരീരം അത് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് ചെയ്യാൻ പറ്റാതെ അതിനെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്ന മരുന്നകത്തോട്ട് ചെല്ലുമ്പോൾ പിന്നീട് ശരീരത്തിൻ്റെ ഫൈറ്റിങ് ഈ മരുന്നിനോടാകും. ശരീരം മരുന്നുമായിട്ട് ഫൈറ്റ് ചെയ്യും. കുറേ കാലം ശരീരം മരുന്നുമായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ മരുന്ന് പരാജയപ്പെടും. മരുന്ന് പരാജയപ്പെടുമ്പോഴാണ് ഡോക്ടർമാർ പറയുന്നത്, നിങ്ങൾക്ക് കൂടുതൽ ഡോസ് വേണം. നിങ്ങൾ 25 mg ആണ് കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഇനി അത് എത്ര ആക്കണം? 50 ആക്കണം. കുറേ കാലം കഴിയുമ്പോൾ ആ 50യെയും ശരീരം മറികടക്കുമ്പോൾ അവർ വീണ്ടും ഡോസ് കൂട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ ശരീരം BP കൂട്ടുന്നത് അവിടെ ഒരു പ്രോബ്ലം കിടപ്പുണ്ട്, ആ പ്രോബ്ലം പരിഹരിക്കാനാണ്. അത് പക്ഷേ ഈ മരുന്ന് സമ്മതിക്കുന്നില്ല. ആ പ്രോബ്ലം അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ കുറേ ഏറെക്കാലം കഴിയുമ്പോൾ ശരീരം ഈ മരുന്നിൻ്റെ സ്വാധീനത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമം ഒരു സുപ്രഭാതത്തിൽ അങ്ങ് വിജയിക്കും. പക്ഷേ അങ്ങനെ വിജയിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഏറെക്കാലമായിട്ട് തടഞ്ഞു നിർത്തിയിരുന്ന വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് തുറന്നു വിടുമ്പോൾ സംഭവിക്കുന്ന ആപത്ത് പോലെ തന്നെ ഈ BP പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യുമ്പോൾ ശരീരം മരുന്നിൻ്റെ സ്വാധീനത്തിൽ നിന്നും മോചിതമായി പെട്ടെന്ന് അതിന് ആ സാധാരണ അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ പറ്റുമ്പോൾ അതുവരെ തടഞ്ഞു നിർത്തിയിരുന്ന ആ രക്തസമ്മർദ്ദം ഒറ്റയടിക്കും കൂടും. അങ്ങനെ കൂടുമ്പോഴാണ് ചിലപ്പോൾ സ്ട്രോക്ക് ഉണ്ടാവുന്നത്, ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവുന്നത്, ചില ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത്, ചില ആൾക്കാരുടെ ഞരമ്പ് പൊട്ടിപ്പോകുന്നത്. കാരണം ശരീരത്തിനെ അതുവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു. അതായത് ഈ ആക്ടിവിറ്റിയെ തടഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് മോചനം കൊടുക്കാനേ പാടില്ല. മോചനം കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പെട്ടെന്ന് പ്രശ്നമുണ്ടാകും. അല്ലെങ്കിൽ ഗ്രാജുവലായിട്ട് വേണം മോചനം കൊടുക്കാൻ. ഗ്രാജുവലായിട്ട് മോചനം എങ്ങനെ കൊടുക്കണം? അത് കുറേശ്ശെ ആ പ്രശ്നത്തെ പരിഹരിച്ച് കൊണ്ടുവന്ന് ശരീരത്തിന് കുഴപ്പമില്ലാത്ത തരത്തിൽ നമ്മളതിൽ നിന്ന് പുറത്തു വരണം.
എന്നാൽ നമ്മൾ മരുന്ന് കൊടുത്ത് അതിനെ തടഞ്ഞു നിർത്തി ഒരു സുപ്രഭാതത്തിൽ ശരീരം ഈ മരുന്നിനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ മറ്റേ പുള്ളിക്ക് സംഭവിച്ചതുപോലെ ഇവർ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നിന് പ്രവർത്തനം നടത്താനുള്ള ശക്തി ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ സംഭവിക്കാം? അതായത് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് BP യുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ സ്റ്റോറിൽ നിന്നും കിട്ടുന്ന സാധനമായി കഴിക്കുകയല്ലാതെ ആ സാധനം ക്വാളിറ്റി ഉള്ളതാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് മരുന്നുകൾ ഉണ്ടാക്കുന്നു. നമുക്കറിയാം, ഡ്യൂപ്ലിക്കേറ്റ് മരുന്ന് ആവശ്യം പോലെ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, കമ്പനികൾ ഉണ്ടാക്കുന്ന മരുന്നുകൾക്ക് തന്നെ പലപ്പോഴും ക്വാളിറ്റി ഇല്ല, അപകട സാധ്യതയുള്ളതാണെന്ന് പറഞ്ഞ് സർക്കാർ നിരോധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന BP യുടെ മരുന്ന് തീർന്നു. നമ്മൾ പോയി അതേ മരുന്ന് തന്നെ വീണ്ടും വാങ്ങിച്ചു. പക്ഷേ നമ്മൾ വീണ്ടും അതേ മരുന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഈ പുതിയതായിട്ട് വാങ്ങിയ മരുന്നിൽ പഴയ മരുന്നിൻ്റെ അത്ര പവറോ അല്ലെങ്കിൽ അത്ര ക്വാളിറ്റിയോ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മരുന്ന് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ മറ്റേ മരുന്ന് ചെയ്തുകൊണ്ടിരുന്ന പണി ഇതിന് ചെയ്യാൻ പറ്റാതെ പോകും. അങ്ങനെ വരുമ്പോഴും ഇതുപോലെ സംഭവിക്കാം. കാരണം ശരീരം നോക്കുമ്പോൾ പഴയ മരുന്നിൻ്റെ അത്രയും പവറില്ലാത്ത ഒരു സാധനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് രക്തസമ്മർദ്ദം തടയാനുള്ള കഴിവില്ല. പെട്ടെന്ന് രക്തസമ്മർദ്ദം ഷൂട്ടപ്പ് ചെയ്യും. അപ്പോൾ രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പല വിധത്തിൽ ഒറ്റയടിക്ക് രക്തസമ്മർദ്ദം കൂടാനുള്ള സാധ്യതയാണ്. അതായത് ഒന്ന്, ശരീരം തന്നെ ആ മരുന്നിനെ തോൽപ്പിച്ചാൽ സംഭവിക്കും. രണ്ട്, കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് മാറി വേറെ മരുന്ന് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ അതേ മരുന്ന് തന്നെ നമ്മൾ വീണ്ടും വാങ്ങി കഴിക്കുമ്പോൾ പഴയ മരുന്നിൻ്റെ ക്വാളിറ്റി ഇതിനില്ലെങ്കിൽ ശരി നമുക്ക് സംഭവിക്കാം. അപ്പോൾ ഇതാണ് രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിച്ചാൽ സംഭവിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ശരീരത്തിൻ്റെ നിയന്ത്രണം പോകും. കാരണം ശരീരം എന്താണോ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് ആ പ്രവൃത്തിയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ശ്രമമാണ് ശരീരം നടത്തുന്നത്. അതുകൊണ്ട് രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കാൻ പോകുന്ന ആൾക്കാർ, നിങ്ങൾ കഴിച്ചു തുടങ്ങിയ ആളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ മരുന്ന് നിർത്തരുത്. നിങ്ങൾക്ക് നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ അദ്ദേഹം പറയുന്നതനുസരിച്ച് മാത്രമേ ചെയ്യാവൂ. ഇല്ലെങ്കിൽ അപകടമാണ്. കാരണം ഈ മരുന്ന് ശരീരത്തിൽ നിന്നും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം പെട്ടെന്ന് സ്വാഭാവികതയിലേക്ക് തിരിച്ചെത്തും. അങ്ങനെ സ്വാഭാവികതയിലേക്ക് തിരിച്ചെത്തുന്നത് ചില ഘട്ടങ്ങളിൽ ചില വ്യക്തികൾക്ക് അത്യന്തം അപകടകരമായിട്ട് മാറും. എല്ലാവർക്കും മാറണമെന്നില്ല, ചില ആൾക്കാർക്ക് മാറത്തില്ല. കാരണം അത് അവരുടെ ജീവിത രീതി കൊണ്ടാണ്. എന്നാൽ ചില ആൾക്കാർക്ക് വളരെ അപകടകരമായിട്ട് മാറും. പക്ഷേ BP യുടെ മരുന്ന് ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ആൾക്കാർ മനസ്സിലാക്കണം, നമ്മുടെ ശരീരം രക്തസമ്മർദ്ദം എപ്പോഴും കൂട്ടുന്നത് ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള എനർജി ആവശ്യമായിട്ട് വരുമ്പോഴാണ്. നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ അങ്ങനെ യാതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മളറിയാതെ നടക്കുന്ന ഒരു ശുചീകരണ പ്രക്രിയ, അല്ലെങ്കിൽ ഒരു രോഗപരിഹാര പ്രക്രിയ, ഒരു ചികിത്സ, അതിനുവേണ്ടി ശരീരം കൂടുതൽ രക്തം പമ്പ് ചെയ്യുകയാണ്. അങ്ങനെ പമ്പ് ചെയ്ത് കുറേ കാലം കഴിയുമ്പോൾ ശരീരത്തിന് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. പിന്നീട് വലിയൊരു ഗുരുതരമായ രോഗമായിട്ട് മാറാവുന്ന പല രോഗങ്ങളെയും ശരീരം മറികടക്കുന്നത് സ്വയമാണ്. എന്നാൽ നമ്മൾ അവിടെ ശരീരത്തെ തടസ്സപ്പെടുത്തി കഴിയുമ്പോൾ ആ രോഗാവസ്ഥ അവിടെ നിലനിൽക്കും. ആ രോഗാവസ്ഥ പിന്നീട് ഒരുപക്ഷെ ഭീകരമായിട്ട് മാറും, നമുക്ക് തടയാൻ പറ്റാതെ പോകും. അതുകൊണ്ട് നമ്മൾ രക്തസമ്മർദ്ദം, ഷുഗർ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ മുതലായവ രോഗമാണെന്ന് കരുതി അതിന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ്റെ പിടിയിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റില്ല. നമ്മൾ കഴിവതും മെഡിസിൻ കഴിക്കാതെ നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിനെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്ത് ഈ വക കാര്യങ്ങളെ നിയന്ത്രിച്ച് നിർത്തണം. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം, ഈ രക്തസമ്മർദ്ദത്തിനും ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ അളവ് നിശ്ചയിച്ചിരിക്കുന്നത് പ്രകൃതിയല്ല, മനുഷ്യനാണ്. പ്രകൃതി അതിന് യാതൊരു അളവ് നിശ്ചയിച്ചിട്ടില്ല.